Dear students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my video on operating systems. In this video too, we will discuss about the Banker'S algorithm. And in this video, we will be discussing about the safety algorithm in Banker'S algorithm. In the previous video, we were discussing about the data structures that are needed for Banker'S algorithm. And I have told you that there are two algorithms in Banker'S algorithm, that is the safety algorithm and resource request algorithm. And in this video, we will be discussing about the safety algorithm. So before going to algorithm, we have to check some of the points. That is the total number of processes, the number of resources, and the instance for each type of resources. And we have to check about the data structures, information in the data structures. So here there are 5 processes from P0 to P4. 5 process under, then the number of resources, that is 3 resources നമ്മൾ represent ചെയ്യുന്നത് A, B and C. Then this A is having the instance 10. For example, A എന്ന് പറയുന്ന ഒരു സ്കാനർ ആകാം, ഒരു പ്രിന്റർ ആകാം. അപ്പോൾ നമ്മൾ ആ ഒരു റിസോഴ്സ് 10 എണ്ണം ഉണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Likewise, B എന്ന് പറയുന്ന റിസോഴ്സ് is having 5 instance and C എന്ന് പറയുന്ന റിസോഴ്സ് is having 7 instance. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ there are 4 data structures, that is allocation, max, available and need. Allocation എന്ന് പറയുന്നത് already allocate ചെയ്തിട്ടുള്ളത്. Okay, for example, P0 എന്ന് പറയുന്ന പ്രോസസ്സിന് A, B, C എന്ന് പറയുന്ന റിസോഴ്സ് A ഒന്നും allocate ചെയ്തിട്ടില്ല, B 1 instance allocate ചെയ്തിട്ടുണ്ട്, C ഒന്നും allocate ചെയ്തിട്ടില്ല. Okay. Then max എന്ന് പറയുന്ന data structure indicates the maximum resources that are needed by the process to complete its task. അതിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സിന്റെ ഇൻഫർമേഷൻ ആണ് മാക്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ P0 എന്ന് പറയുന്ന റിസോഴ്സ് A എന്ന് പറയുന്ന P0 എന്ന് പറയുന്ന പ്രോസസ്സ് A എന്ന് പറയുന്ന റിസോഴ്സ് 7 എണ്ണം വേണം. Then B എന്ന് പറയുന്ന റിസോഴ്സ് 5, then C എന്ന് പറയുന്ന റിസോഴ്സ് 3. ഇത്രയും റിസോഴ്സ് ആവശ്യമായിട്ടുണ്ട്. And next is available. Available എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ട് ആൻഡ് കുറച്ച് റിസോഴ്സസ് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് എത്ര ഉണ്ടെന്നുള്ളതാണ് അവൈലബിൾ എന്ന് പറയുന്ന റിസോഴ്സിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്ന റിസോഴ്സ് P0 എന്ന് പറയുന്ന പ്രോസസ്സിന് ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. P1ന് 2 ഇൻസ്റ്റൻസ്, P2ന് 3 ഇൻസ്റ്റൻസ് ആൻഡ് P3ന് 2 ഇൻസ്റ്റൻസ് ആൻഡ് P4നും ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല. സോ ടോട്ടൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് it's 7 ആണ് ടോട്ടൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 10 ആണ് നമുക്കുള്ളത്. അപ്പോൾ 10 minus 7 is 3. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 3. ഓക്കെ, അതാണ് ആ ഒരു ഇൻഫർമേഷൻ ആണ് അവൈലബിൾ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനകത്ത് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇസ് നീഡ്. അപ്പോൾ അലോക്കേറ്റ് ചെയ്ത് എത്ര എണ്ണം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു, എത്രയാണ് ആവശ്യമായിട്ടുള്ളത്, അതിന്റെ ഒരു ഡിഫറൻസ് ആണ് നീഡ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, P0 എന്ന് പറയുന്ന പ്രോസസ്സിന് A എന്ന് പറയുന്ന റിസോഴ്സ് ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അതിന് 7 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. സോ ഇനി എത്ര വേണം? 7. B എന്ന് പറയുന്ന റിസോഴ്സ് ഒരെണ്ണം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ളത് 5 ഇൻസ്റ്റൻസ് ആണ്. അപ്പോ 5 minus 1 ഇനി 4ഉം കൂടി വേണം. ദാറ്റ് ഇസ്
indicated in the need data structure. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻസ് മനസ്സിൽ വെച്ചേക്കുക. And we are going to study the safety algorithm. Safety algorithm is for finding out whether a system is in a safe state or not. And the algorithm goes like this. First step is let work and finish be a vector of length m and n. Okay, then work is equal to available and finish of I is equal to false. Finish of I is equal to false indicates that no process is completed. Okay, finish of I എന്ന് പറയുന്നത് നമ്മുടെ P0 മുതൽ P1 വരെയുള്ളതിനെയാണ് represent ചെയ്യുന്നത്. If it is equal to 0, that means that that process is not completed. Okay, then second step, find an index I such that finish of I is equal to false and need of I less than or equal to work. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫിനിഷ് ഓഫ് ഐ ദാറ്റ് ഈസ് ഇതുവരെ ചെയ്യാത്തതായിരിക്കണം. ആൻഡ് ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അവൈലബിളിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫിനിഷ് ഓഫ് ഐ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് 0 ആണ് അവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ process of 0 is equal to false. That means process of 0 execute ചെയ്തിട്ടില്ല. And next is need of I less than or equal to work. That means ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. If no such I exist, then go to step 4. ഈ ഒരു കേസ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 4 പോവുക. Third step in the safety algorithm is work is equal to work plus allocation I. That means നമ്മുടെ കണ്ടീഷൻസ് finish of I is equal to false and need of I less than or equal to work ആണെന്നുണ്ടെങ്കിൽ we can execute. ഓക്കെ, നമുക്ക് ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് വർക്ക് ഇസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ഐ. ആ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തിരുന്ന റിസോഴ്സസ് എല്ലാം ഫ്രീ ആക്കിയതിന് ശേഷം ഈ വർക്കിന്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഫിനിഷ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് മാറ്റണം. നമ്മുടെ ഫസ്റ്റ് ഫിനിഷ് ഓഫ് ഐ false ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോസസ് എക്സിക്യൂഷൻ കഴിഞ്ഞാൽ finish of I should be turned to true. Then go to step 2. That is നമ്മുടെ PI എന്ന് പറയുന്നത് 0 മുതൽ 4 വരെയാണ്. അപ്പോൾ നമുക്ക് 0 മുതൽ 4 വരെ എക്സിക്യൂട്ട് ചെയ്യണം. So go to step 2. Then fourth step is if finish of I is equal to true for all I, എല്ലാ I, that is P0 മുതൽ P4 വരെയുള്ള എല്ലാ പ്രോസസ്സും ട്രൂ ആയി കഴിഞ്ഞാൽ സിസ്റ്റം ഈസ് ഇൻ ദ സേഫ് സ്റ്റേറ്റ്. ദെൻ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ അൽഗോരിതം എന്ന് പറയുന്നത് ഇറ്റ് മേ റിക്വയർ m into n raised to 2 operations to determine whether a state is safe or not. എത്ര പ്രോസസ്സ് റിക്വയർ ആകും? m into n raised to 2 operations വരെ നമ്മൾ ചെയ്ത് നോക്കണം whether the system is in safe state or not. അപ്പോൾ അൽഗോരിതം ഒന്നും കൂടെ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. So we can explain the safety algorithm in Banker'S algorithm using an example. I have already mentioned a system with 5 process and 3 resource, and the 3 resource types like A, B and C will be having the instances respectively 10,
5 and 7. That is, A will be having 10 instances, B will be having 5 instances, and C will be having 7 instances. And we can check the algorithm one by one. That is, first we have to assign the work is equal to available. നമ്മുടെ available ആയിട്ടുള്ളത് already I have told you that നമുക്ക് allocate ചെയ്തിരിക്കുന്ന ഓരോ പ്രോസസ്സും allocate ചെയ്തത് മൈനസ് total number of instances available. അതാണ് നമ്മുടെ available ആയിട്ടുള്ളത്. That is, A എന്ന് പറയുന്നതിന് 10 ആയിരുന്നു total instance, allocate ചെയ്തിരിക്കുന്നത് 7. So 10 minus 7 is 3. അങ്ങനെയാണ് work is equal to 332 എന്ന് നമ്മൾ allocate ചെയ്തു. Second step എന്ന് പറയുന്നത് എന്താ? Finish of I is equal to false for each I. ഓരോ ഐനും ഫിനിഷ് എന്ന് പറയുന്നത് നമ്മൾ false എന്ന് സെറ്റ് ചെയ്യണം. False എന്ന് സെറ്റ് ചെയ്യുന്നത് that indicates that process is not executed. അപ്പോൾ 0 മുതൽ 4 വരെയുള്ള പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then next step, that is second step, for an I. ഓരോ ഐക്കും we have to check whether finish of I is equal to false. Finish of I false ആണെന്നുണ്ടെങ്കിൽ need of I less than or equal to work ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ പ്രോസസ്സിന്, that is 0 എന്ന് പറയുന്ന പ്രോസസ്സിന് need എത്രയൊക്കെയാണ്? 743 അല്ലെ? 743. നമ്മുടെ വർക്കിലുള്ളത് എത്രയാണ്? 332. So ആ ഒരു കണ്ടീഷൻ wrong ആണ്. So the process have to wait. പ്രോസസ്സിന് ആ വർക്ക് അതിനനുസരിച്ച് വരുന്നത് വരെ, നീഡ് സാറ്റിസ്ഫൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. So we are moving to the next process, that is P1. P1ന്റെ നീഡ് നമ്മൾ ചെക്ക് ചെയ്യും. P1ന്റെ നീഡ് എന്ന് പറയുന്നത് 122. And we will check whether finish of I is false. അപ്പോൾ finish of I false തന്നെയാണ്. And നമ്മൾ ചെക്ക് ചെയ്യുന്നത് 122 is less than or equal to 332. 1 എന്ന് പറയുന്നത് A ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 ഉണ്ട്. അപ്പോൾ it satisfy the condition. Second, B എന്ന് പറയുന്ന റിസോഴ്സ് നമുക്ക് 2 ആണ് ആവശ്യമായിട്ടുള്ളത്. 3 അവൈലബിൾ ആയിട്ടുണ്ട്. And C എന്ന് പറയുന്ന റിസോഴ്സും നമുക്ക് 2 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. And there is 2 resources available. So നമുക്ക് ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് is equal to വർക്ക് പ്ലസ് അലോക്കേഷൻ. ഈ അലോക്കേഷനിൽ ഉണ്ടായിരുന്നത് ഈ വർക്കിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ P1ന്റെ അലോക്കേഷനിൽ എന്താണുള്ളത്? 200. അപ്പോൾ ആ 200 നമുക്ക് വർക്കിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിന്റെ A എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് 5 ആകും, B is till 3 and C is 2. And നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫിനിഷ് ഓഫ് I is equal to true എന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രോസസ് 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേഫ് സീക്വൻസിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തത് വന്ന് ചെക്ക് ചെയ്യുവാണ്. ദാറ്റ് ഇസ് ഗോ ടു സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 2ൽ നേരെ ചെന്നു. നമ്മൾ I ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ പ്രോസസ് 2 false ആണെന്ന് ചെക്ക് ചെയ്തു. false തന്നെയാണ്. Then we have to check other condition, that is need of 2 is less than or equal to work. അപ്പോൾ need എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് 2ന് need എന്ന് പറയുന്നത് 600 and നമ്മുടെ വർക്കിലുള്ളത് 532. അപ്പോൾ A എന്ന് പറയുന്ന റിസോഴ്സ് 6 ആണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ വർക്കിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റിസോഴ്സ് തന്നെ അവൈലബിൾ അല്ല. സോ ഫർദർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദ പ്രോസസ് ഹാവ് ടു എൻ്റർ ഇൻ ടു വെയിറ്റ് സ്റ്റേറ്റ്. നമ്മൾ ഇനി അടുത്ത പ്രോസസ്സിലോട്ട് വരാണ്. ദാറ്റ് ഈസ് പ്രോസസ് P3.
P3യുടെ need എന്ന് പറയുന്നത് 011 and the finish of P3 is false and we have to check the other condition. Need of 3 is less than or equal to work. അപ്പോൾ need എന്ന് പറയുന്നത് 011 ആണ് and വർക്കിലുള്ളത് 532. അപ്പോൾ it satisfies the condition. So P3യും എന്താ ചെയ്യുക, സേഫ് സീക്വൻസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. അലോക്കേഷനിൽ ഉണ്ടായിരുന്ന P3യുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 211. ആ 211 നമ്മൾ വർക്കിന്റെ കൂടെ ആഡ് ചെയ്തു. സോ 743 and we have to change the finish status of P3 as true. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് P1 and P3. Then moving to the next step, that is process 4. Process 4 ചെക്ക് ചെയ്തു. അതിനാവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നോക്കുക. That is 431. നമ്മുടെ വർക്കിലുള്ളത് 743 and we have to check whether finish of 4 is equal to false. ഇപ്പോൾ false തന്നെയാണ് and need is less than work തന്നെയാണ്. So P4 also enter into save sequence. And the next step is we have to add work plus allocation. ഇപ്പോൾ P4ന്റെ അലോക്കേഷനിലുള്ളത് 002. അപ്പോൾ നമുക്ക് 002 ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ഫിനിഷ് ഓഫ് 4 is equal to ട്രൂ ആക്കണം. നമ്മൾ ഫിനിഷ് ഓഫ് 4 ട്രൂ ആക്കിയതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ P1 ആൻഡ് P3 P4 മാത്രമേ സേഫ് സ്റ്റേറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ പ്രോസസ് P0 ആൻഡ് P2 ആർ പെൻഡിങ്. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യം മുതൽ തന്നെ ചെക്ക് ചെയ്യണം. സോ നമ്മുടെ P0യിലോട്ട് പോവാണ്. P0യിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഫിനിഷ് ഓഫ് P0 ഫോൾസ് ആണോ. അപ്പോൾ ഫോൾസ് ആണ്. നമുക്ക് ഇനി അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് നീഡ് ഇസ് ലെസ് ദാൻ വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മുടെ നീഡ് എന്ന് പറയുന്നത് അഗെയിൻ 743. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 745. So the condition satisfies. Then P0 also enter into save sequence. ഇപ്പോൾ നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് P1, P3, P4, P0. ഇനി ഒരെണ്ണം കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഇസ് ഇക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് P0യുടെ അലോക്കേഷൻ എന്തായിരുന്നു 010. അപ്പോൾ 010 ഈ വർക്കിന്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം work will be incremented to 755. Then we have to change the status of finish of 0 to true. Then next process ചെയ്യേണ്ട I എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ I ചെക്ക് ചെയ്യും. ദാറ്റ് ഇസ് ഫിനിഷ് ഓഫ് 2 false ആണോ എന്ന് ചെക്ക് ചെയ്യും. false ആണ്. അതിന്റെ നീഡ് എന്ന് പറയുന്നത് 600. അപ്പോൾ we will check need is less than or equal to work ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ it satisfies the condition. So P2 also kept in the save sequence. Then നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് work is equal to work plus allocation. അപ്പോൾ നമ്മുടെ അലോക്കേഷനിലുള്ളത് എത്രയായിരുന്നു? P2ന്റെ അലോക്കേഷൻ 302. അപ്പോൾ നമ്മൾ 755 കൂടെ 302 ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് വർക്ക് ഇസ് ഈക്വൽ ടു 1057. Then we have to change the status of P2 to true. അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റാറ്റസും ദാറ്റ് ഇസ് ഫിനിഷ് സ്റ്റാറ്റസ് എല്ലാം ട്രൂ ആയി കഴിഞ്ഞു. സോ നമ്മൾ പ്രോസസ് സിസ്റ്റത്തിലുള്ള പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു സേഫ് സീക്വൻസ് എന്ന് പറയുന്നത് P1, P3, P4, P0, P2. ഓക്കെ, അപ്പോൾ അൽഗോരിതം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So there are some questions. I try to attend the questions.
Two assignment question connected with this topic is, first one, explain the safety algorithm in Banker's algorithm with an example. Second question, consider the system with 5 processes and 3 resources, and there are some instances mentioned here. First question is, what will be the content of the need matrix? Second question, is the system in a safe state? If yes, then what is the safe sequence? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ തന്നിരുന്നത് പോലെ ആ അൽഗോരിതം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ നീഡ് മെട്രിക്സ്, ദാറ്റ് ഈസ് അവൈലബിൾ എന്ന് മൈനസ് ചെയ്ത്, മാക്സിമത്തിൽ നിന്ന് അലോക്കേറ്റ് ചെയ്തത് മൈനസ് ചെയ്തിട്ടുള്ളതാണ് നീഡ് മെട്രിക്സ്. നീഡ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അൽഗോരിതം അപ്ലൈ ചെയ്ത് സേഫ് സീക്വൻസ് കണ്ടുപിടിക്കുക. So write these question and answers in your notebook and forward the pictures to the email ID provided to you. Thank you.